സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകണം. സാന്ത്വന പ്രവർത്തനം ആര് നടത്തുമ്പോഴും അതിനോട് സഹകരിച്ചു കൊടുക്കണം, സഹായിച്ചു കൊടുക്കണം. അത് നമ്മളാൽ കഴിയുന്ന സഹായം, അതിന്റെ ഫലം എന്ന് പറയുന്നത് വിഷമിച്ചവന്റെ ദുആ. നബിതങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു പറയുന്നത് മനസ്സ് പൊട്ടിയവന്റെ അടുക്കലാണ് ഞാനെന്ന് അല്ല പറഞ്ഞില്ലേ. അഥവാ മനസ്സ് പൊട്ടിയവൻ ആരാണോ, വിഷമിക്കുന്നവൻ ആരാണോ, അവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകുന്നു എന്ന് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, അല്ലെങ്കിൽ സഹീഹ് മുസ്ലിമിൽ കാണാം. ഖിയാമത്ത് നാളിൽ പടച്ചവന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് റബ്ബ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണ്, എനിക്ക് രോഗമായിട്ട് നീ എന്തുകൊണ്ട് കാണാൻ വന്നില്ല? അല്ലാ, നിനക്ക് രോഗം ഉണ്ടാവില്ലല്ലോ, നിന്നെ കാണാൻ വരാൻ കഴിയൂലല്ലോ, ഇങ്ങനെ സംഭവം തന്നെ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നത്, ഇന്ന അബ്ദി ഫുലാനൻ, ഇന്ന ഒരു അടിമ, എന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ, അദ്ദേഹത്തിന് രോഗമായില്ലേ, നീ ചെന്നു നോക്കിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഡോക്ടറാകണമെന്നില്ല, നമ്മൾ ചെന്നു നോക്കണം, രോഗിയെ സന്ദർശിക്കണം. അത് നബിതങ്ങൾ പഠിപ്പിച്ചൊരു സ്വഭാവമാണ്. അങ്ങനെ ചെന്നു നോക്കിയില്ലെങ്കിൽ അല്ലാഹ് ചോദിക്കുന്നത്, എനിക്ക് രോഗമായിട്ട് നീ എന്തുകൊണ്ട് കാണാൻ വന്നില്ല? അപ്പോൾ പടച്ച റബ്ബ് തന്നെ അവനോട് പറയാണ്, നീ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നുവെങ്കിൽ വജത്തരീ അൻദഹു, അവന്റെ സമീപത്ത് നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. ഇതേപോലെ തന്നെ അതാ, എനിക്ക് വിശന്നിട്ട് നീ എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല എന്ന് പടച്ച റബ്ബ് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. എന്തേ പടച്ച റബ്ബിന് വിശപ്പുണ്ടാവൂലല്ലോ, റബ്ബിന് അതാ ഭക്ഷണം കൊടുക്കാൻ കഴിയൂലല്ലോ. അതൊക്കെ നമ്മുടെ കൃത്യമായ വിശ്വാസമാണ്. അല്ലാഹ് പറയുന്നു, എന്റെ അടിമകളിൽ ഒരാൾ വിശന്ന് വിഷമിച്ചിട്ട് നീ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ലല്ലോ. നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് വസ്ത്രമില്ലാഞ്ഞിട്ട് നീ വസ്ത്രം തന്നില്ലല്ലോ എന്ന് റബ്ബ് ചോദിക്കും. അതും അല്ലാഹുവിനങ്ങനെ സംഭവം ഉണ്ടാവില്ലല്ലോ. അതെ, എന്റെ അടിമക്ക് വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ നീ വസ്ത്രം കൊടുത്തില്ലല്ലോ. അവിടെയും അല്ലാഹു പറയുന്നത്, അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. ആകയാൽ അതേ പാറാടും പരിസരങ്ങളിലുമുള്ള മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് വലിയ നിഅമത്ത് തന്ന നാടല്ലേ നമ്മുടെ നാടുകൾ. അല്ലാഹു ഇനിയും നമുക്ക് നിഅമത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇവിടെയൊക്കെ ധാരാളം സാമ്പത്തിക ശേഷിയുള്ള ജനങ്ങളുണ്ടല്ലോ. റബ്ബേ, നീ ഞങ്ങളെ നാടുകളിൽ ഇറക്കിയ എന്ത് നിഅമത്തുണ്ടോ അത് മുഴുവനും നീ വർദ്ധിപ്പിക്കണം അല്ലാ. ഹലാലായത് വർദ്ധിപ്പിക്കണം അല്ലാ. ഹറാമിൽ ഞങ്ങളെ തട്ടിമാറ്റണം അല്ലാ. ഞങ്ങളെ നാടുകളിലൊക്കെയും നീ ഐശ്വര്യവും ബറക്കത്തും ആരോഗ്യവും വർദ്ധിപ്പിക്കണം അല്ലാ. പക്ഷേ റബ്ബ് നമുക്ക് നിഅമത്ത് തരുമ്പോ മറന്നു പോകരുതേ. ചികിത്സിക്കാൻ കഴിയാത്ത മനുഷ്യരെ മറന്നു പോകരുത്. വസ്ത്രത്തിന് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരെ മറന്നു പോകരുത്. വിശക്കുന്നവരെ മറന്നു പോകരുത്. നമ്മൾക്ക് റബ്ബ് തന്നത് നമുക്ക് മാത്രമാണെന്ന് ചിന്തിക്കരുത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വഭാവം അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. നബിതങ്ങൾ പറഞ്ഞില്ലേ, നിനക്ക് സ്വന്തത്തിൽ നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ള ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം. എത്ര കൃത്യമാണ് നബിതങ്ങളെ വാക്ക്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ വർഗീയത പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈരാഗ്യം പഠിപ്പിച്ചിട്ടില്ല, വിദ്വേഷം പഠിപ്പിച്ചിട്ടില്ല, വെറുപ്പ് പഠിപ്പിച്ചിട്ടില്ല.
അവിടുന്ന് പറഞ്ഞ വാക്കുകളില്ലേ നിങ്ങൾ? അഹിബ്ബലിന്നാസ്, മനുഷ്യന്മാർക്ക് നീ ഇഷ്ടപ്പെടണം. മുസ്ലിമീങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ അറബികൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത്. മനുഷ്യന്മാർക്ക് നീ ഇഷ്ടപ്പെടണം. മാതുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമാ, അപ്പോൾ നിനക്കൊരു ശരിയായ പരിപൂർണ മുസ്ലിമാകാം. മറ്റുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ബോധം വേണം. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കണം. എല്ലാം അല്ലാഹു തആല പഠിച്ചത് പാഠം പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്. ആ റബ്ബിന്റെ കൽപ്പനയാണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാൻ, നന്മ ചെയ്യണം, എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കണം. അത് റബ്ബിന്റെ കൽപ്പനയാണ്.